55 സീറ്റുകളിൽ കോൺഗ്രസിന് ഉജ്ജ്വല വിജയം, അതും ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലം. അവിടെ ഈ പറയുന്ന ബി.ജെ.പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. കോൺഗ്രസ് മറ്റെല്ലാ പാർട്ടിക്കാരെയും പിന്നിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ച മണ്ഡലമായ തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ ഒരു ഉജ്ജ്വല വിജയമെന്ന് അവിടെ വട്ടമിട്ട് പറക്കുന്ന കെ മുരളീധരൻ പറയുന്നത്. അത് മാത്രവുമല്ല, മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷിന്റെ വോട്ട് ഇല്ലാതാക്കാൻ നോക്കിയത് കോടതി അസാധാരണമായ നീക്കം നടത്തി വൈഷ്ണയ്ക്ക് വോട്ട് തിരികെ നൽകിയതുമൊക്കെ കോൺഗ്രസിന് വലിയ ആയുധമായി മാറിയിരിക്കുകയായിരുന്നു. എന്നാൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിന് ക്ഷീണം വരുത്തില്ലേ എന്ന ചോദ്യം വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ മുരളീധരനോട് ചോദിക്കുമ്പോൾ ഏത് മാങ്കൂട്ടം, അതൊന്നും ഞങ്ങളുടെ പാർട്ടിയിലേ ഇല്ല, പണ്ടേ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് രോഷാകുലനാവുകയാണ് മുരളീധരൻ. 55 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയപ്രതീക്ഷയുണ്ടെന്നും CPM-ന് പകുതി സീറ്റ് പോലും ലഭിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മുരളീധരന്റെ ആ വാക്കുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഏത് മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊക്കെ എന്നെ എടുത്തു കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊരു പ്രശ്നമൊന്നുമല്ല. മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ആൾക്കാരെടുത്ത് കളഞ്ഞു. പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. 55 സീറ്റ് വരെ ജയിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഇത്തവണ BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകും. ഇവിടെ അധികാരം പിടിക്കുന്ന പറയുന്നവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി സീറ്റ് പോലും ഇത്തവണ കിട്ടില്ല. ഇപ്പോൾ ആകെ BJP-നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവരെ കാണിച്ചത് പേടിപ്പിക്കുകയാണ് ഞങ്ങളുടെ വോട്ട് കളയാൻ വേണ്ടി. അതിൽ രണ്ടുപേരൊന്നാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല. ഇന്നലെയൊക്കെ പല വീടുകളിലും ചെന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ BJP-നെ അധികാരത്തിൽ വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. BJP-ക്കാർക്ക് തന്നെ അവർ അധികാരത്തിൽ വരുന്ന ഒരു പ്രതീക്ഷയില്ല. അവർ തന്നെ പലരും പറയുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാൾ പകുതി പോലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ അവരെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ BJP മൂന്നാം സ്ഥാനത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതൊക്കെ തിരിച്ചടിയാവില്ലേ? രാഹുൽ മാങ്കൂട്ടമൊക്കെ ഏത് മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊക്കെ എന്നെ എടുത്തു കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊരു പ്രശ്നമൊന്നുമല്ല. മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ആൾക്കാരെടുത്ത് കളഞ്ഞു. ഒരു തരത്തിലും ബാധിക്കില്ല. മാത്രമല്ല, അപ്പുറത്താണല്ലോ കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും ബാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ നല്ല പ്രതീക്ഷയാണ്. ഇത്തവണ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കും. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുൽ ഇപ്പോൾ MLA ആണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വിപ്പ് കൊടുക്കാൻ പോലും കഴിയില്ല. അതാണ് പുറത്താക്കലും സസ്പെൻഷനായിട്ടുള്ള വ്യത്യാസം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിൻ്റെ നിയന്ത്രണത്തിൽ വരും. പക്ഷേ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ പുറത്താക്കാൻ ചിലരൊക്കെ ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. പുറത്താക്കലില്ല, അങ്ങനെയുള്ളവരൊന്നും പുറത്താക്കില്ല. എന്നാൽ സദാചാര വിരുദ്ധ പ്രവൃത്തി ആര് കാണിച്ചാലും പുറത്താക്കും. പക്ഷേ എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പോലും ഈ വിഷയത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? ഞാൻ ചോദിക്കാൻ, പുറത്താക്കിയ ആളോട് പിന്നെ പറയണം? പിന്നെ ആൾ വിളിച്ച ആളോട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധവുമില്ല. പിന്നെ സ്പീക്കറാണ് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഏതായാലും വിധി വരട്ടെ. അതിജീവിതയ്ക്കൊപ്പമാണ് സമൂഹം എപ്പോഴും. അത് കോടതിയുടെ അനുകൂലമായിട്ട്, അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. രാവിലെ 6 മണിക്ക് മോക്ക് പോൾ നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-ന് നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. പോളിംഗ് സ്റ്റേഷനുകളിൽ കുടിവെള്ളം, വിശ്രമസ്ഥലം, റാമ്പ്, ക്യൂ സൗകര്യം എന്നിവയുണ്ടാകും. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ക്യൂ ഇല്ലാതെ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമുണ്ടാക്കും. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നിവ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം, കള്ളവോട്ട് ചെയ്യൽ, ആൾമാറാട്ടം, പോളിംഗ് ബൂത്തിൽ അതിക്രമം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.